പ്രാവശ്യം ബ്രസീലായിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു ബ്രസീലായിട്ട് കളിക്കുമെന്ന്. അപ്പം സമയം കളയാതെ നമുക്ക് ബ്രസീൽ ടീമിലേക്ക് അടുത്താണ്. ബ്രസീൽ വേൾഡ് കപ്പ് നോക്കുന്ന റെഡിയാണെന്ന് വിചാരിക്കുന്നു. ബ്രസീൽ നമ്മുടെ നെയ്മർ ഇപ്പോൾ ബ്രസീൽ ടീമിൽ ഇല്ല. അതാണ് ഏറ്റവും വലിയ ഒരു വിഷമം. എനിക്ക് നല്ലോണം ഒരു വിഷമം തന്നെയാണ് നെയ്മർ ബ്രസീൽ ടീമിൽ എന്നാലും നെയ്മറിനെ പോലെ സ്കില്ലും ടെക്നിക്കുമല്ല ആളൊന്നും എന്തെങ്കിലും ബ്രസീലും ബെൽജിയമും ജിയോ പെട്രോ അയ്യോ ഞാനിപ്പോൾ ചാർജ് ആക്കാൻ പറ്റി. ആണെങ്കിൽ അയച്ചോട്ടെ. ജിയോ പെട്രോ വിനീഷ്യസ് ജൂനിയർ. ഓക്കെ ആൻഡ്രി സാന്റോസ് ഗോൾ അടിച്ചിട്ടുണ്ട്. വിനീഷ്യസ് ഇപ്രാവശ്യം കുറച്ച് പാടുണ്ട് ബ്രസീലൊക്കെ ആയിട്ടാണെങ്കിൽ. കാരണം ബ്രസീൽ നല്ല ടീമാണ്. പക്ഷേ അവരുടെ ആ നെയ്മർ അങ്ങ് പോയപ്പോൾ ഇപ്പോൾ ബ്രസീൽ എന്തോ നെയ്മർ ഇല്ലാതെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. നെയ്മർ ഇല്ലാത്തത് എൻ്റെ കൺട്രോളൊക്കെ ഒന്ന് വിട്ടുപോയിരുന്നു. അതെന്തോടാ ഉണ്ടോ? നേരത്തെ തന്നെ ഈ സമയത്തൊക്കെ 5 ഗോൾ അടിച്ചിടുമായിരുന്നു. ഇപ്പൊ കണ്ട 2 ഗോളേ കിട്ടിയോളൂ. എന്നാലും നെയ്മർ താരം പോയതോടെ എനിക്ക് വിഷമം അടക്കി പിടിക്കാൻ തന്നെ പറ്റുന്നില്ല. നെയ്മർ ഇല്ലാത്തതുകൊണ്ട് എത്രയൊക്കെ ആയത്. നേരത്തെ 6 അടിക്കും. ഈ സമയത്ത് 6 7 ഒക്കെ അടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എത്ര ഇതില്ല. വിനി ജൂനിയറാണ്. നെയ്മർ ജൂനിയറിന് പകരം വിനി ജൂനിയറാണ്. ഇപ്പോഴുള്ള ബ്രസീൽ ടീമിന്റെ ലീഡറാണ് വിനീഷ്യസ് ജൂനിയർ. വിനി ജൂനിയർ ഞാൻ 8 9 എന്തുകൂടാ ഞാൻ എൻ്റെ ടച്ചൊക്കെ പോയി. ഈ ടീമിൻ്റെ ശരിക്കും
ബ്രസീലെടുത്ത് ഇനി നഷ്ടമായോടെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം നെയ്മർ ഇപ്പോൾ ബ്രസീൽ ടീമിൽ ഇല്ല എന്നുള്ള സത്യം. ഇപ്പോൾ നെയ്മറിന്റെ പകരം എസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ വിനീഷ്യസ് ജൂനിയറാണ്. ഞാൻ അത്ര ഫാസ്റ്റിൽ ഒന്നും പോകാറില്ല. നീ ഫാസ്റ്റിൽ പോകാം. ബ്രസീലിന്റെ പടനായകൻ നെയ്മർ ജൂനിയർ എവിടെ പോകൂ? അവനെനിക്ക് അടുത്ത കളിയാണ്. ഞാൻ ഒരു ടീം കയറ്റിയിട്ടുണ്ട്, മറഡോണയെ. ഇപ്പൊ തന്നെ മെസ്സിയുടെ അർജന്റീനയിൽ മറഡോണയെ ഇപ്പൊ കയറ്റാൻ പറ്റും. ഓൾറെഡി എന്തുവാ പീപ്പിൾ എന്തൊരു ഗരേജ് ഇല്ലടേ, റീഫിൽഡാ നമ്മുടെ കയ്യിലുള്ള ക്യാരക്ടേഴ്സിനെ എടുത്ത് വെക്കുന്ന അയാളുടെ സ്കിൽ നെയ്മറിനെ കാട്ടി വലുതാണെന്ന് അങ്ങനെ ഞാൻ പറയുന്നു. കാരണം നെയ്മറിനെ കാട്ടി വലിയ സ്കില്ലുള്ള ആളൊന്നും ഈ ഫുട്ബോളിലുണ്ടാവത്തില്ല. അതിപ്പോ എൻ്റെ വീട്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അങ്ങനെ ഒരു സ്കില്ല് പോലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല. എംബാപ്പയ്ക്കില്ല, ഹാലൻഡിനില്ല, ഹാരിക്കെയിനില്ല. ഈ 5 ഗോട്ടില്ല. ആ 5 ഗോട്ടിൽ 6ാമത്തെ ഒരു ഗോട്ടുണ്ട്. അതാ മോയെ കിണ്ണം. ദാറ്റ്സ് എ നെയ്മർ ജൂനിയർ. പോയി. ബട്ട് ഞാനൊരു പോർച്ചുഗൽ റൊണാൾഡോ ഫാനാണ്. അതേ ഫുൾ ടൈം 9-0 തോൽപ്പിച്ചിട്ടുണ്ട് ബ്രസീൽ വേഴ്സസ് ബെൽജിയം. നമുക്ക് നമ്മുടെ ടീം ഒന്ന് നോക്കണം. റിസർവ്സ് കയറിയിട്ട് നെയ്മറിനെ കൊണ്ടുവരാം. നെയ്മർ ജൂനിയർ നെയ്മർ അണ്ണൻ വരുന്നടാ. അല്ല, ഈ കാര്യത്തിനെ പിടിച്ച് ആരാ കയറ്റിയത്? വിനീഷ്യസ് ജൂനിയറെ നീ തൽക്കാലം പൊക്കോ. അങ്ങനെ ഗൈസ്, നമ്മുടെ നെയ്മർ അണ്ണൻ നമ്മുടെ ടീമിൽ അങ്ങ് എത്തിയിട്ടുണ്ട് ഗൈസ്. നെയ്മർ അങ്ങനെ ടീമിൽ എത്തിയിട്ടുണ്ട്.
പൊളിക്കുന്നു. നെയ്മർ വന്നു. യെസ്, നെയ്മർ ജൂനിയർ വന്നു. നെയ്മർ വന്നു. ഓ മോനെ ടീം നെയ്മർ വന്നടാ. അത്രേ അണ്ണാച്ചി നെയ്മർ. ഇനി ബ്രസീലും ജർമ്മനിയുമാണ്. നമുക്ക് നെയ്മറിനെ കൊണ്ട് ഗോൾ അടിപ്പിച്ച് തകർക്കണം. എന്റെ പൊന്നു, പക്ഷേ പുള്ളിയുടെ കാല് വയ്യാത്തയാണ്. ഞാൻ അധികമായിട്ട് ഓടിപ്പിക്കുന്നില്ല പുള്ളിനെ. ബ്രസീൽ എടുത്താൽ മതിയായിരുന്നു. ബ്രസീലും ജർമ്മനിയുമാണ്. ഓ നെയ്മർ, എന്റെ മോനെ നെയ്മർ വന്നടാ. നമ്മുടെ അണ്ണാച്ചി വന്നടാ. സ്കില്ലൊക്കെ വന്നു. നമ്മുടെ സ്കില്ലണ്ണൻ വന്നു. സ്കില്ലണ്ണൻ നെയ്മർ സ്കില്ലണ്ണൻ. എന്റെ പൊന്നു ബ്രസീല് നെയ്മർ. എനിക്കിപ്പോ എക്സൈറ്റഡ്. നെയ്മർ വന്നത്. നെയ്മറോടാ ഇതാണ് നെയ്മർ ജൂനിയർ. അത് തന്നെ ഇതാ നെയ്മർ. നെയ്മർ ഇനി പൊളിയാണ്. ഇനിയാണ് മാസ്. പക്ഷെ അവന്റെ കൈയൊക്കെ വീഡിയോ ഒന്ന് പഠിച്ചാക്കിയിട്ട് അവൻ ഓടുന്ന വീഡിയോ ആക്കി. ബ്രസീലിന്റെ പടനായകൻ നെയ്മർ ജൂനിയർ. Round 16. Second game in Brazil. Round 16 in the Brazil. Neymar. ഒരുവട്ടെങ്കിൽ ഇവരൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റില്ല. അതാ എന്റെ സന്തോഷം. അത് ഫുൾ ടീമായിട്ട് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഫുൾ ടീമായിട്ട് കളിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്. അല്ല ഇവിടെ ഇല്ലല്ലോ. അവിടെ ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതേത് കൊണ്ടാ എന്റെ മച്ചാനെ ബ്രസീൽ ആ നെയ്മർ അങ്ങോട്ട് കടന്നു വന്നപ്പോ എന്റെ മക്കളെ നെയ്മർ അങ്ങോട്ട് വന്നപ്പോ സീൻ കളിയായി എല്ലാരും. നെയ്മർ അങ്ങോട്ട് ബ്രസീൽ ടീം കാൽ കുത്തിയപ്പോ എല്ലാരും സീനായി. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ കാണുക. ബ്രസീലിന്റെ പടനായകൻ നെയ്മർ വന്നപ്പോൾ എന്തെല്ലാം നടക്കുന്നു. അങ്ങനെ ബ്രസീലിന്റെ അടുത്ത ഗോൾ അടിച്ചിരിക്കുന്നു. ഈ നെയ്മറിന് ബൈസൈക്കിൾ അടിക്കാൻ ഇത്തിരി മടിയുണ്ട്. അണ്ണാ താടിയൊക്കെ പിടിച്ച്. അല്ല നെയ്മറിന് താടി വിളിച്ച ആർക്കറിയാം. നമ്മളങ്ങ് പന്തെടുക്കുക.
ബൈസൈക്കിൾ അടിക്കാൻ പറഞ്ഞാളെ അടിക്കട്ടെ. നെയ്മറിനെ കൊണ്ട് അടിപ്പിക്കണം ബൈസൈക്കിൾ. ആരെ കൊണ്ടായാലും അടിപ്പിച്ചാ പോയി. രണ്ടുപേരും കൂട്ടുമുട്ടിയോ? ആടാ അവിടെ വെച്ച് പാസ് കൊടുത്ത് കൂട്ടുമുട്ടിന്ന് വെച്ചാ പാസ് കൊടുക്കുകയാണ്. മക്കളെ എന്തുവാ നെയ്മർ ബൈസൈക്കിൾ അടിക്കട്ടെ. ബൈസൈക്കിൾ അടിക്കാൻ പോവാണേ. ബൈസൈക്കിൾ അടിക്കണം. അതെന്ത് ബൈസൈക്കിളാണോ? അങ്ങനെയാ അപ്പടിയാ അങ്ങനെ പറയാ. നെയ്മറിനെ വെച്ചാ ഞാൻ ഗോളടിക്കുന്നത്. അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ മരപ്പൊട്ട നെയ്മർ. അല്ല നെയ്മർ ഇപ്പൊ ഉണ്ടോ അതോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോയാ നോക്കട്ടെ. ആ നെയ്മറുണ്ട്, പക്ഷേ നെയ്മറിന്റെ പവർ ഇച്ചിരി തീരാനായിട്ടുണ്ട്. നെയ്മർ വീർത്ത് വിളിച്ചു. അതെന്തൊരു ബൈസൈക്കിളാ? അത് ഞാൻ ചോദിക്കുന്നു. ബൈസൈക്കിൾ എന്ന് വെച്ചാൽ നല്ല കാമായിട്ട് ഓടിക്കണം, കൂളായിട്ട് ബൈസൈക്കിൾ എന്ന് ഓടിക്കണം. അതെന്തൊരു ബൈസൈക്കിളാണോ? എനിക്കയ്യ ബൈസൈക്കിൾ അടിക്കാൻ. അടുത്ത കളി 2 ഗോൾ അടിച്ചിട്ട് നമുക്ക് ബൈസൈക്കിൾ അടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ജർമ്മനിയായിട്ട് നമ്മുടെ ബ്രസീൽ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ലെവൽ 25 റീച്ചഡ് ആയിട്ടുണ്ട്. ഇനി ബ്രസീലും സ്പെയിനുമാണ് മത്സരിക്കാൻ പോണത്. ഇത് സെമി ഫൈനല്ല, മറ്റേതാ ക്വാർട്ടർ ഫൈനൽ. ഇത് സെമി ഫൈനൽ. അത്രേ ഉള്ളൂ. സ്പെയിനിന്റെ ആൾക്കാരെയൊക്കെ ഇതിലാർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ബിഗിനർ എടുത്ത് വെച്ചതുകൊണ്ടാണ് ഇത്രയും ടീം തോക്കുന്നത്. അത് കാണാൻ എന്തോ ഒരു രസം. ഞാൻ
സത്യമായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജേഴ്സി നെയ്മറിന്റെ ജേഴ്സി. എന്ത് സുന്ദരമായിട്ട് അത് കളർ ചെയ്ത് വെച്ചിരുന്നു. നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഫോട്ടോ അയച്ചു തരാം. നിങ്ങൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ കളറൊന്നും നോക്കണം, ആ കളറിന്റെ ഗ്രാഫിക്സ് നോക്കണം. അപ്പൊ മനസ്സിലാവും. അല്ലാണ്ട് ഈ ഓന ബ്ലാക്ക് പോലത്തെ ജേഴ്സി ഒന്നും ഇട്ടുകൊണ്ട് നിങ്ങൾ ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ ഊഞ്ചിപ്പോവും. ഓക്കെ, പിന്നെ 3 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ബൈസൈക്കിൾ അടിക്കാൻ വെച്ചാൽ നെയ്മറിൻ്റെ കയ്യിൽ ഓൾറെഡി പന്ത്. ഇനി ബൈസൈക്കിൾ അടിക്കാം. महात्मा गांधी है, महात्मा गांधी। സെമിഫൈനലാണ്. അല്ല, ഒന്നത്തെ തന്നെ കുഴപ്പമൊന്നുമില്ല. ഫൈനൽ വെച്ചല്ലോ ഫൈനൽ വെച്ച ഏറ്റവും വലിയ നാണക്കേട്. ഫൈനലാണ് ഏറ്റവും വലിയ നാണക്കേട് തോറ്റുന്നത്. അടിയണം, അത് പെട്ടെന്ന് അടിക്കുന്നില്ല. പെഡ്രി ഇങ്ങ് താട അടുത്തോണ്ട് പോട്ട്. പെഡ്രി ആ ഗോളിന് വെച്ചൊരു ഗോൾ അടിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഗോളിന് വെച്ചൊരു ഗോൾ അടിപ്പിക്കട്ടെ. അയ്യോ, എടുക്കല്ലേ. ഞാൻ ഗോൾ നോക്കില്ല. ഗോൾ പോസ്റ്റിന്റെ അകത്തോട്ട് ഒന്നും കയറിയിരിക്കില്ല. അപ്പൊ പാസ് കൊടുത്തിട്ട് നിന്റെ നേർക്കടിക്കുന്നുണ്ട്. അപ്പൊ നീ അകത്തോട്ടല്ലേ വരുന്ന. അതിന്റെ ആ ഗോൾ പോസ്റ്റിന് നേർക്ക് നിന്ന് ആ സമയം അത് ഗോൾ. സ്പെയിനിനെയൊക്കെ വെട്ടിച്ചോണ്ട് പച്ചോനെ സീൻ കളി. എടാ, ഒരു പ്ലെയറിനെയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെന്തൊരു കളി? അല്ല, ഈ ഒരു ഗെയിമിൽ 2 പ്ലെയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ 2 പ്ലെയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതൊരു ടീമിൽ 2 പ്ലെയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട്. എനിക്കതൊന്നും എൻട്രിക്ക് മറ്റേത് എൻഡർസൺ ആണ്, ഇത് എൻട്രിക്കാണ്. ഇങ്ങനത്തെ ഇപ്പൊ ശരിക്കും ബ്രസീലിന് ഒരു ഫീൽ ഉണ്ട്. ഓക്കെ, അങ്ങനെ സെമി ഫൈനലിന്റെ
സമയം കഴിഞ്ഞിട്ടുണ്ട്. നെയ്മർ ആ കളിയും കൂടെ ജയിച്ചിട്ടുണ്ട്. ഇനി ഫൈനലും കൂടെ നമ്മുടെ ബ്രസീൽ ജയിച്ചാൽ തൃപ്തിയായി. നെയ്മറാണ് നല്ലോണം കളിച്ചത്. ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഗോൾ അടിച്ചാണ്. അടുത്ത കളി ബ്രസീലും നെതർലാൻഡ്സുമാണ്. ബ്രസീൽ തന്നെ ജയിക്കും. നെതർലാൻഡ്സിന് മൂത്രമൊഴിപ്പിക്കും. നെതർലാൻഡ്സിന് ഷഡ്ഡി മൂത്രമൊഴിപ്പിക്കും. അതാണ് ബ്രസീലിന്റെ പവർ. ഫൈനലാണ് ബ്രസീൽ വേഴ്സസ് ഈ മറ്റേ ഇത് ബ്രസീൽ വേഴ്സസ് നെതർലാൻഡ്സ്. വന്ന് അടിയടാ എന്നിട്ട് വേണം സമയം പോകാൻ. സമയം പോകാൻ മറ്റേ വണ്ടിക്ക ഇല്ലേ, വണ്ടിക്ക വണ്ടേജ് ഇത്തിരി കൂടെ അടുത്തായിരുന്നെങ്കിൽ പവർ ഷൂട്ട് അടിച്ചടോ. എന്നിട്ട് നെയ്മറിനെ വെച്ചൊരു പവർ ഷൂട്ട് അടിച്ചോ. അത് ശരി, നെയ്മറിനെ വെട്ടിച്ചോണ്ട് പോയാ. അത്ര സ്കില്ലുള്ള ആളെ വെട്ടിച്ചോണ്ട് പോയി. പൊട്ടുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. നെയ്മർ ജൂനിയർ പവർ ഷൂട്ട് അടിക്കാൻ പോവാണ്. പവർ ഷൂട്ട് അടിച്ചു. എന്റെ പൊന്നോ, പവർ ഷൂട്ട്. എങ്ങനെ അടിച്ചാന്ന് നോക്കി, എത്ര സ്പീഡില് പന്ത് പോയി നോക്കി. അതുകൊണ്ടാ ഗോളി നീങ്ങി നോക്കി. ഗോളിന്റെ ഹാർട്ട് പോയെന്ന് ഞാൻ നീക്കത്തില്ല. അത്രയ്ക്കും ഗോളി വരെ ചിന്തിക്കുന്നുണ്ടോ. ഇവൻ ആറിവനും നിൽക്കും. വരാൻ പോണത് ക്രിക്കറ്റ് കളിയാണ്. RCB sa Malaysian Banal anaknya kesehatan dia sepertinya danger spin dan kualipan dia. RCB jadinya ini karyaturunda ഞങ്ങളുടെ RCB ന്. ഹാഫ് ടൈമിൽ 1-0 നെതർലാൻഡ്സിന് ഉണ്ട്. നെയ്മർ എവിടാ? അതാണ്ടിരിക്കുന്നു. എന്തല്ലേ ഇതേത് പൂച്ചാടി? എനിക്ക് നെയ്മറിന് വേണം. അതോണ്ടിക്കുന്നു പറയണ്ടേ. ഇവനും അല്ലേ ഇവനടാ 10 നമ്പർ വരെ നമ്മുടെ അണ്ണൻ. ഞാൻ നെയ്മറിനോട്ട് പാസ് ചെയ്തതല്ലേ പൊക്കിയിട്ട്, അല്ലാണ്ട് അങ്ങോട്ട് ഇടാനാ ഞാൻ പറഞ്ഞില്ല. നെയ്മർ ജൂനിയർ വിനീഷ്യസ് ജൂനിയറിലോട്ട് പാസ് കൊടുക്കും. കൊള്ളാം. നെയ്മറിന്
അടിച്ച് വീണ്ടും ഒരു പവർ ഷൂട്ട് പറന്നു വേടാ സബ്സ്റ്റിറ്റ് അല്ല എന്തുവാ പവർ ഷൂട്ട് പറന്നു പോയി. നല്ലൊരു പവർ ഷൂട്ടായിരുന്നു. എന്ന് വെച്ചാൽ വേൾഡ് മോസ്റ്റ് പവർ ഷൂട്ടായിരുന്നു. അതടുപ്പിച്ച സൗണ്ട് എൻ്റെ മക്കളെ വേറെ കളയുന്നില്ല പവർ ഷൂട്ട്. ഞാൻ പവർ ഷൂട്ട് അടിക്കട്ടെ. എനിക്ക് പവർ ഷൂട്ട് അടിക്കും. എനിക്ക് നെയ്മറിനെ കൊണ്ട് പവർ ഷൂട്ട് അടിപ്പിച്ചിട്ടേ ഉള്ളൂ. എവിടാ മൂക്കൂത്തി നെയ്മർ? അറിയണ്ടേ ഇവിടെ ഉണ്ടെന്ന്. മൂക്കൂത്തിയാക്കി നോക്കിക്കോ. ഇനിയെങ്കിലും ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. എന്റെ പൊന്നു നെയ്മറെ ഒന്ന് അടിക്കണേ. ലാസ്റ്റ് ചാൻസ് ആയിട്ട് മിസ്സാക്കല്ലേ. ഇതെങ്കിലും എനിക്ക് നല്ലൊരു പോയി അടിച്ചോ. എന്റെ മക്കളെ നെയ്മറിന്റെ ഒരു ഇത് നെയ്മർ അടിച്ചത് വിനി ജൂനിയർ ആണോ എല്ലാം നല്ലോണം കളിച്ച നെയ്മർ അങ്ങനെ കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് അർജന്റീന മെസ്സി നമുക്ക് ഈ അടുത്തായിട്ട് ഈ ഒരു ടീമായിട്ട് കളിക്കാം. അത് ഏത് ടീമാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇപ്പോൾ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ പറയും. നിങ്ങൾ ഞെട്ടരുത്. ഓക്കെ എടുക്കാൻ പോണ ടീമാണ് പറയും പോലെ ഏത് ടീമായിരുന്നു? അർജന്റീന വേൾഡ് കപ്പ് അർജന്റീന നമ്മൾ അടുത്ത പ്രാവശ്യം അർജന്റീന മെസ്സി വെച്ച് കളിക്കുന്നതായിരിക്കും. ഓക്കെ നമ്മൾ മറഡോണയെ ആ ടീമിൽ കൂട്ടുന്നതായിരിക്കും. പെലേനെ വെച്ച് കളിച്ചാൽ അടുത്ത വീഡിയോ എന്തുവാ പിന്നെ മറ്റേ റൊണാൾഡോയും അവരൊക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ബഗ്ഗായി. ഓക്കെ അപ്പോൾ എന്തുവാ കുറേ നേരം വീഡിയോ എടുത്തുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കരിയുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഫോർ ഗുഡ് നൈറ്റ്.